ഒറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ നിധിയും സുധീഷും പരസ്പരം അകലുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് നിധിയാണെങ്കിൽ നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ സുധീഷ് തൻ്റെ മനസ്സ് തുറക്കുന്നതാണ് കാണാൻ സാധിക്കുക. നിധി, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, തൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കണമെന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നിധി ചോദിക്കുന്നുണ്ട്, മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഞാനൊന്നും മറച്ചു പിടിച്ചിട്ടില്ല, എല്ലാം പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ നിധി പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. നിങ്ങളെൻ്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നില്ലേ, എന്തിനാണ് ഈ ചതി എന്നോട് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുന്നു. നിധി, നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്നേ? നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ, അതെ, എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചതല്ല. എങ്ങനെയാണ് ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ പോലീസുകാരെ വിളിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു, പലതവണ ചിന്തിച്ചു. ഒടുവിൽ നിങ്ങളുടെ കൂട്ടുകാരനില്ലേ ആ പോലീസുകാരൻ, അയാളെ ഞാൻ കാണാൻ പോയിരിക്കുകയായിരുന്നു. അയാൾ എൻ്റെ അടുത്ത് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങളെന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഒരു റൂം കിട്ടാൻ വേണ്ടി, ഒരു ഹോസ്റ്റലിൽ കയറാൻ വേണ്ടി ആധാർ കാർഡില്ലാതെ ഞാൻ അലഞ്ഞപ്പോൾ നിങ്ങളുടെ ഫോണിൽ എൻ്റെ ആധാർ കാർഡ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കൃത്യസമയത്ത് നിങ്ങളത് എടുത്തു കൊടുക്കുകയും ചെയ്തല്ലേ എന്ന് ചോദിക്കുന്നു. സുധീഷേ, നിങ്ങൾക്ക് നാണമില്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നു. അത് കേട്ടതും നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിധി, അങ്ങനെയല്ല കാര്യങ്ങൾ, പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയതാ, അത് തന്നതാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം പറയും സുധീഷേ. എന്തിനാണ് കള്ളത്തിന് മേലെ കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, യാതൊരു കാര്യവുമില്ല, ആർക്കും ഒന്നും ലഭിക്കാനും പോകുന്നില്ല എന്ന് പറയുന്നു. അത് കേട്ടതും നിധി, എല്ലാം എനിക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, എന്തിഷ്ടം, എന്ത് പറയാൻ? നിങ്ങളെയൊക്കെ ആരെങ്കിലും സ്നേഹിക്കോ? എനിക്ക് കള്ളം പറയുന്നവരെ കണ്ണെടുത്താൽ തന്നെ കണ്ടുകൂടാ. എനിക്ക് അവരെ ഇഷ്ടമല്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഇഷ്ടത്തിന്, എനിക്കിഷ്ടപ്പെട്ട ജീവിതം ജീവിക്കാനാണ്, അല്ലാതെ നിങ്ങൾ തീരുമാനിച്ച പോലെ ഇങ്ങനെ വീട്ടുതടങ്കലിൽ ജീവിക്കാനൊന്നുമല്ല എന്ന് പറയുന്നു. കൂടാതെ നിധി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ അടുപ്പമുണ്ടായിരുന്നു, ഇതോടെ ആ അടുപ്പമെല്ലാം പോയി കഴിഞ്ഞു. മേലിൽ ഞാനും നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള സംസാരവുമില്ല, വർത്തമാനവുമില്ല, മര്യാദയ്ക്ക് പോയിക്കോളാനായിട്ട് പറയുന്നു. അങ്ങനെ നിധി ഓട്ടോറിക്ഷയ്ക്കും നമ്മുടെ സുധീഷാണെങ്കിൽ എങ്ങനെ ബൈക്കിലുമാണ് വരുന്നത്. സുധീഷ് ഒടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നിധി, ഞാൻ പറയുന്നു കേൾക്ക് എന്ന് പറയുമ്പോൾ നിധി അതിന് ചെവി കൊടുക്കാൻ തയ്യാറല്ല എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട